എറണാകുളം തൃക്കാക്കര KMM കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധയെന്ന സംശയം 35 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോസ്റ്റലിലെ ടാങ്കിലെ വെള്ളം മലിനമായിരുന്നു എന്ന സംശയം. ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. 35 വിദ്യാർത്ഥികളെയാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എറണാകുളം തൃക്കാക്കര KMM കോളേജ് ഹോസ്റ്റലിലാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ എന്നുള്ള സംശയം ഉയർന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 35 വിദ്യാർത്ഥികൾ ആശുപത്രിയിലാണ്. ഹോസ്റ്റലിലെ ടാങ്കിലെ വെള്ളം മലിനമായിരുന്നു. ഇതിൽ നിന്നാണോ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നുള്ള ചില സംശയങ്ങൾ കൂടി വരുന്നുണ്ട്. പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിലിപ്പോൾ ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിഷ ദിലീപ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഷ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? രോഹിണി, ഭക്ഷ്യവിഷബാധയാണ് ഉണ്ടായതെന്നാണ് സംശയമുള്ളത്. കാരണം ഈ KMM തൃക്കാക്കരയിലുള്ള KMM കോളേജിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിൽ വിഷബാധ പോലെയുള്ള ഉണ്ടായത്. കാരണം ഈ കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയുമായിരുന്നു. ഇത് ഭക്ഷ്യവിഷബാധ തന്നെയാണോ എന്നുള്ള സംശയത്തിലാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഈ ഹോസ്റ്റലിൻ്റെ ടാങ്കിലെ വെള്ളം മലിനമായിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. ടാങ്കിലെ വെള്ളം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ആകെ 35 കുട്ടികളെയാണ് ഈ വയറിളക്കവും ഛർദിയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എറണാകുളത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 25 പെൺകുട്ടികളെയും 10 ആൺകുട്ടികളെയുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവർ കഴിച്ച ഭക്ഷണത്തിൻ്റെയും ഒപ്പം തന്നെ ഈ ടാങ്കിലെ വെള്ളത്തിൻ്റെയും ഒക്കെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ 2 ഹോസ്റ്റലുകളുണ്ട്. ആ കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഭക്ഷ്യവിഷബാധയാണ് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഈ വെള്ളത്തിൻ്റെയും ഇവർ കഴിച്ച ഭക്ഷണത്തിൻ്റെയും ഒക്കെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. രോഹിണി. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.